അസ്സലാമലൈക്കും. എല്ലാവർക്കും സിയ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ എടുക്കാനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ചാനലിൽ ഉണ്ടാവും. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ഇതിൽ പഠിക്കാനുണ്ട്. അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ടാണ് ഈ ഒരു എൻ്റെ വീഡിയോസിൽ ഞാൻ പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ദ ഹിമാലയാസ് ആൻഡ് ഇറ്റ്സ് റീജിയണൽ ഡിവിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടന്റാണ്. ഈ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ ഒരു പിക്ചർ നമ്മളതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പിക്ചർ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഇന്ത്യയുടെ ഒരു മാപ്പാണ്. ആ ഒരു മാപ്പിൽ തന്നെ ഒരു ഏറ്റവും മേലത്തെ ലെയറിലുള്ള ആ ഒരു സംഭവമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഭവത്തിന് നമ്മൾ ആ ഒരു ചെറിയ സൈഡിനെ നമ്മൾ മൂന്ന് പാർട്ടാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്തതിന് തന്നെ വീണ്ടും നമ്മൾ 3 പാർട്ടാക്കി. എന്നിട്ട് ആ ഓരോ കാര്യത്തിനെയും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ അതിനെ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അതിനെ നമ്മൾ വീണ്ടും ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പോവാണ്, ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതേ മാപ്പിനെ അതേ സൈഡിനെ തന്നെ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ച അതേ സംഭവത്തിൽ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഓരോ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ആ പാർട്ടിൻ്റെ പേര് നമുക്ക് ആദ്യം പഠിക്കാം. വെസ്റ്റേൺ ഹിമാലയാസ് ആണ് ഒന്നാമത്തത്, രണ്ടാമത്തത് സെൻട്രൽ ഹിമാലയ, മൂന്നാമത്തത് ഈസ്റ്റേൺ ഹിമാലയ. മറക്കരുത്, ഒന്നും കൂടെ പറയാം: വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. ഇനി ഞാൻ പറയുന്ന കാര്യം നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ, അതാണ് ഇന്ദു നദി. ഓക്കെ, അവിടെയാണ് ഇന്ദു നദി വരുന്നത്. ആൻഡ് ഇനിയിപ്പോൾ ഞാനൊരു ഇവിടെ ഒരു റെഡ് കളറിൽ അടയാളപ്പെടുത്തുന്നുണ്ട്, ഒരു ലൈൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടെയാണ് കാലി നദി ഉള്ളതെന്ന് നിങ്ങൾ വിചാരിക്കുക. അവിടെ തന്നെയാണ്, ആ ഒരു പൊസിഷനിലാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഈ 2 സൈഡിലും ഇപ്പോൾ ഞാനൊരു റെഡ് കളർ മാർക്ക് ചെയ്തു, ഒരു ലൈൻ മാർക്ക് ചെയ്തു. അത് മേലെയുള്ളത് ഇന്ദു നദിയാണ്, താഴെയുള്ളത് കാലി നദിയാണ്. ഈ ഇന്ദു നദിയുടെയും കാലി നദിയുടെയും ഇടയിലാണ് നമ്മളുടെ ഈസ്റ്റേൺ ഹിമാലയ വരുന്നത്. ഒന്നും കൂടി മനസ്സിലാക്കുക, ഈ ഇന്ദു നദിയുടെയും കാലി നദിയുടെയും ഇടയിലാണ് നമ്മളുടെ ഈസ്റ്റേൺ ഹിമാലയ വരുന്നത്. ആൻഡ് ദെൻ നമ്മൾ കാലി നദി ഇതാക്കിയല്ലോ, അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഞാനൊരു ബ്ലൂ കളർ ലൈൻ വരച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു ബ്ലൂ കളർ ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു സൈഡിൽ ഒരു യെല്ലോ കളർ കഴിയുന്ന ആ ഒരു സൈഡിൽ ഞാൻ അവിടെ വീണ്ടും ഒരു ബ്ലൂ കളർ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നേരത്തെയിൽ, നമ്മൾ ആ വരച്ച റെഡിൻ്റെ അവിടെ എല്ലാവരും ബ്ലൂ ലൈൻ വരുന്നത് അത് കാലി നദിയാണെന്ന്. അപ്പം നമുക്ക് പറയാം, കാലി നദി തൊട്ടിട്ട് ഈ അവിടെ അപ്പത്ത് കൊടുത്ത ആ ഒരു ബ്ലൂ ലൈൻ ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ബ്ലൂ ലൈനിൽ വരുന്ന നദിയുടെ പേരാണ് ടെത്തിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദി. ഈ ഒരു നദിയുടെയും കാലി ആൻഡ് ടെത്തിസിൻ്റെയും ബിറ്റ്വീനിലാണ് എന്ത് വരുന്നത്, സെൻട്രൽ ഹിമാലയ വരുന്നത്. ഇനി നമുക്ക് ഗെസ് ചെയ്യാവുന്നേ ഉള്ളൂ, ഈസ്റ്റേൺ ഹിമാലയ ടെത്തിസിൻ്റെയും പിന്നെ ആ തലക്കുള്ള ബ്രഹ്മപുത്രയുടെയും ഇടയിലാണ് വരിക. തലക്കുള്ളതിൻ്റെ പേര് ബ്രഹ്മപുത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇന്ദു നദിയുടെയും കാലി നദിയുടെയും ഇടയിലാണ് നമ്മളുടെ ഈസ്റ്റേൺ ഹിമാലയ വരുന്നത്. ആൻഡ് ദെൻ കാലി നദിയുടെയും ടെത്തിസിൻ്റെയും ഇടയിലാണ് സെൻട്രൽ ഹിമാലയ വരുന്നത്. ബ്രഹ്മപുത്രയുടെയും
ടെത്തിസിൻ്റെയും ഇടയിലാണ് ആര് വരുന്നത്, ഈസ്റ്റേൺ ഹിമാലയ വരുന്നത്. നമുക്ക് ഈ മാപ്പ് നോക്കിയിട്ട് ഇപ്പം ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ കാര്യത്തിനെയും വിശദീകരിക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ഈസ്റ്റേൺ, ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഓരോന്നിനെയും വിശദീകരിക്കുകയാണ്. ഈസ്റ്റേൺ ഹിമാലയ ഉണ്ടല്ലോ, അപ്പം അതെന്താന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫ്രം ദ ഇൻഡസ് റിവർ വാലി ആൻഡ് ദ നോർത്ത് ജമ്മു ആൻഡ് കാശ്മീർ അപ് ടു കാലി റിവർ വാലി. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്ദു നദിയുടെയും കാലി നദിയുടെയും നടുവിലാണ് നമ്മളുടെ ഈ ഒരു സംഭവം ഈസ്റ്റേൺ ഹിമാലയ വരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ നോർത്തേൺ സൈഡിൽ ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഞാൻ ആ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിനെ വിശദീകരിക്കാം. അതായത് ഞാൻ പറഞ്ഞു വന്നത് കാശ്മീർ ഹിമാലയാസിനെ പറ്റി നമുക്കിനി വിശദീകരിക്കാം. നമുക്ക് കാശ്മീർ ഹിമാലയനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു അത് എക്സ്റ്റെൻഡായി നിരന്ന് കിടക്കുന്നത് 3.5 lakhs സ്ക്വയർ കിലോമീറ്റേഴ്സിലാണ്. ഒന്നും കൂടെ പറയാം, അത് എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുന്നത് ഓവർ നിയർലി എത്രയാണ്, 3.5 lakhs സ്ക്വയർ കിലോമീറ്റേഴ്സാണ്. ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് എന്നീ ഈ 3 സ്ഥലങ്ങളിലാണ് കേട്ടോ. ലോങ് എത്രയാണ് 700 കിലോമീറ്റേഴ്സും ആൻഡ് ദെൻ വിഡ്ത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ 500 കിലോമീറ്റേഴ്സും. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൗണ്ടെയിൻ ഉണ്ടല്ലോ, ഈ ഒരു മൗണ്ടെയിനിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള കുറച്ച് ഹിമാലയാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓരോ വാലി ടൈപ്പായിട്ടാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാരക്കോറം, പിന്നെ സസഗർ, ലഡാക്ക്. ഈ 3 നമ്മൾ പഠിച്ചതാണ്, ഓൾറെഡി നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഫസ്റ്റ് പാർട്ടിലായിട്ട് ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. ഇത് കൂടാതെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, പീർ പഞ്ചൽ എന്നാണ് പേര്, പീർ പഞ്ചൽ. ഓക്കെ, അപ്പോൾ ഇയാളും കൂടി ഉണ്ട്, ഒരു പുതിയ അതിഥിയാണ്. അപ്പോൾ ഈ 4 ആൾക്കാരാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈയസ്റ്റിൽ കിടക്കുന്ന ഒരു മൗണ്ടെയിൻ. ആ ഒരു മൗണ്ടെയിൻ ഏറ്റവും ഹൈയസ്റ്റിൽ കിടക്കുന്നത് K2 ആണ്. മൗണ്ട് K2 ആണ്. അതിന് വേറൊരു പേരുണ്ട്, ഗോൾഡ്വിൻ ഓസ്ട്രിൻ എന്നാണ് പേര്. അതിൻ്റെ എത്ര മീറ്റേഴ്സാണെന്നറിയാത്, 8611 മീറ്റേഴ്സാണ്. പിന്നെ ഇത് പറയുന്നത് ഈ ഒരു സംഭവമാണ് ദ സെക്കൻഡ് ഹൈയസ്റ്റ് പാർക്ക് ഇൻ ദ വേൾഡ്. വേൾഡിലെ തന്നെ 2ാമതായിട്ട് വരും വലിയ ഹൈയസ്റ്റിൽ നിൽക്കുന്ന ഒരു മൗണ്ടെയിനാണ്. അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതായത് എവിടെയാണെന്ന് ചോദിച്ചാൽ കാരക്കോറം റേഞ്ചിലാണ് ആ ഒരു സംഭവം സിറ്റുവേറ്റ് ചെയ്യുന്നത്. കാരക്കോറം റേഞ്ചിലാണ്, അല്ല കാരക്കോറത്തിൻ്റെ അടുത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റേഞ്ചിൽ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള നമ്മളുടെ വേൾഡിലെ, നമ്മൾ പറഞ്ഞു നമ്മളുടെ ഈ ഒരു മൗണ്ട് K2 2ാമതാണ് വേൾഡിൽ. അപ്പോൾ ഫസ്റ്റായി ആരാണെന്നറിയോ? അറിയില്ല, എവറസ്റ്റ് ആണ്. ഓക്കെ, എവറസ്റ്റ് ആണ് നമ്മളെ ഫസ്റ്റിൽ കിടക്കുന്ന ആൾ കേട്ടോ. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഒരു എവറസ്റ്റിൻ്റെ നമ്മളെ ബുക്കിലുണ്ട് ഫിഗർ 1.7 എന്ന് പറഞ്ഞിട്ട് ഒരു എവറസ്റ്റിൻ്റെ പിക്ചർ. അതാണ് മൗണ്ട് K2 എവറസ്റ്റ് കേട്ടോ. അത് ഞാൻ ഇവിടെ കൊടുക്കാം. ഇനി നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്ന് ചോദിച്ചാൽ അതിൽ തന്നെ ഏറ്റവും നല്ല
ഫ്രഷ് വാട്ടർ കിട്ടുന്ന ആ ഒരു ഇവിടെ ഏറ്റവും ഫ്രഷ് വാട്ടർ കിട്ടുന്ന ഒരു റിവറിനെ പറ്റിയിട്ടാണ്. ഒരു ലാക്കാണ്, ഡൽ ലാക്ക് എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെയുള്ള ആ ഒരു കാശ്മീർ ഹിമാലയാസിലെ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അവിടെ നിന്നാണ് ഫ്രഷ് വാട്ടർ കിട്ടുന്നത്. ഫ്രഷ് വാട്ടർ കിട്ടുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണത്. പറയുന്നത് ഹിമാചൽ ഹിമാലയാസിനെ പറ്റിയിട്ടാണ്. ഹിമാചൽ ഹിമാലയാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹിമാചൽ ഹിമാലയാസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. പഠിക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. ഈ ഒരു ഹിമാചൽ ഹിമാലയാസിനെ പറ്റി പഠിക്കാൻ തന്നെ വളരെ എളുപ്പമാണ്. ഈ നമ്മൾ പറഞ്ഞു ഹിമാചൽ ഹിമാലയാസ് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇനി പറയുന്നത് ഇവിടെയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിവേഴ്സിനെ പറ്റിയിട്ടാണ്. ഈ ഒരു മൗണ്ടെയിൻ റീജിയണിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സിനെ പറ്റിയിട്ടാണ്. ഒരു 3 റിവേഴ്സിൻ്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 റിവേഴ്സിൻ്റെ പേര്. ചെന്നാബ്, രവി ആൻഡ് ബിയാർസ് എന്നീ 3 പേരുള്ള റിവേഴ്സിനെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദെൻ ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരു രണ്ട് ഫ്രഷ് വാട്ടർ റിസോഴ്സസിൻ്റെ ഫ്രഷ് വാട്ടർ ലാക്സിൻ്റെ പേരുകളാണ്. ഒന്നിൻ്റെ പേരാണ് സന്ദർ ടെൽ ആൻഡ് സുന്ദരാജ് ടെൽ. ഇങ്ങനെ 2 ലാക്സ് ഉണ്ട്. ഈ 2 ലാക്സിലും എന്താണ് നല്ല ഫ്രഷ് വാട്ടർ കിട്ടും. അങ്ങനെയാണ് ഇതിൽ. ഇനി നമ്മൾ പറയുന്നത് ദ പ്രാലാൽച്ചാൽ പാസ് ദാറ്റ് കണക്റ്റഡ് ഹിമാചൽ പ്രദേശ് വിത്ത് ലഡാക്ക്, റോക്കൺ പാസ് ദാറ്റ് കണക്റ്റഡ് കുലു വാലി ആൻഡ് സബിത വാലി ആർ ദ ഇമ്പോർട്ടൻറ്റ് പാസസ് ഇൻ ദ ഹിമാലയാസ്. ഹിമാചൽ ഹിമാലയാസിലെ തന്നെ ഏറ്റവും വലിയ 2 കൊടുമുടികളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റത്തെ കൊടുമുടി എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിൻ്റെയും ആൻഡ് ദ ലഡാക്കിൻ്റെയും ബിറ്റ്വീനിലായിട്ടാണ് വരുന്നത്. ആൻഡ് ദെൻ കുലു വാലിയുടെയും രണ്ടാമത്തേത് കുലു വാലിയുടെയും അതേപോലെ തന്നെ സബിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാലിയുടെയും ബിറ്റ്വീനിലാണ് വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് ബ്യൂട്ടിഫുൾ വാലീസ് ഉണ്ട്. അവിടെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലീസ് ഉണ്ട്. ആ വാലീസിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത്. കുലു ഒന്നാമത്തെ ഒരു വാലിയാണ്. ഷിംല ഒരു വാലിയാണ്. മനലി ഒരു വാലിയാണ്. അതേപോലെ ഒരുപാട് സച്ച് കൈൻഡ് ഓഫ് വാലീസിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഒരു ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് പറയുന്നത് എക്സ്റ്റാൻഡ് ചെയ്ത് കിടക്കുകയാണ് ഒരു റിവറിൻ്റെ ഇടയിൽ. ഒരു റിവർ സെറ്റ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിവർ തൊട്ട് ടു ദ റിവർ കാലി. നമ്മൾ മുന്നേ പരിചയപ്പെട്ടതാണ് കാലി റിവർ. ആ ഒരു റിവറും വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ദ വെസ്റ്റേൺ സൈഡിൽ അതിൻ്റെ ഒരു വെസ്റ്റേൺ സൈഡ് ഈസ് നോൺ ആസ് അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് ഗഡ്വാലക് ഹിമാലയ കൊണ്ടാണ്. ഇതിൻ്റെ വെസ്റ്റേൺ സൈഡിൽ ഗഡ്വാലക് ഹിമാലയ ഉണ്ട്. ആൻഡ് ദെൻ അതിൻ്റെ ഈസ്റ്റേൺ സൈഡിൽ ഈസ് നോൺ ആസ് ഈസ്റ്റേൺ സൈഡിൽ ഉണ്ടാവുമല്ലോ ഒരു ഹിമാലയ ഉണ്ട്. അതിൻ്റെ പേരാണ് കൊമോൺ ഹിമാലയ. ഇങ്ങനെ 2 ഹിമാലയയുടെയും ബിറ്റ്വീനിൽ ഒരു റിവർ ഉണ്ട്. അതിൻ്റെ എക്സ്റ്റാൻഡിനെ പറ്റിയിട്ടാണ് ആ ഒരു റിവറിനെ പറ്റി ഇവിടെ പറയാനുള്ള കാരണം. ആൻഡ് തന്നെ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി അടുത്ത പോർഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.